നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആരോറൂട്ട് പൗഡർ ബദാം ഡ്രിങ്ക് ഇഫ്താർ നോമ്പ് തുറയ്ക്ക് വിളമ്പാൻ പറ്റിയ ഒരു പാനീയമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, ഈ ബദാമാണ്. ഞാനൊരു കുറച്ച് സമയം ഇത് വെള്ളത്തിലിട്ട്, അതായത് ഇളം ചൂട് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിരുന്നാൽ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് 8 ബദാമുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതിനെ അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 8 ബദാമല്ലേ തൊലി കളഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയേ വരുത്തുള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാൻ 1/2 ലിറ്റർ പാലാണ് ഈ പാനിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതായത് 1 കവർ പാല്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളം ചൂടാവുമ്പം, അതായത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആരോറൂട്ട് പൗഡർ, അതായത് കൂവപ്പൊടി, നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടും. ഇതിലേക്ക് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി. ഇനി ഞാനിതിലേക്ക്, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്, ഇനി ഇതിലേക്ക് കൂവപ്പൊടി ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. മധുരത്തിന് അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താലും മതി. മധുരം കുറവാണ്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ബദാം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയാൽ മതി. ഇപ്പം തിളച്ച് വരാറായി. തിളച്ച് ഇപ്പം കുറുകി വരുന്നുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ബദാം ഇതിലേക്ക് ചേർക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം. ഒരു നുള്ളുപ്പ്. ഇനി ഇപ്പോൾ ഇവിടെ തിളച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ശേഷമാണ് ഗ്യാസ് ഓഫാക്കുന്നത്. ഇളക്കി കൊടുത്താൽ മതി. തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇത് നോമ്പ് തുറയ്ക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ്. ആരോറൂട്ട് പൗഡർ എന്ന് പറയുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ ഇതും ബദാമും പാല് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ, അതേപോലെ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ ഡ്രിങ്ക് ഇഷ്ടമായെങ്കിൽ നോമ്പ് തുറയ്ക്ക് വിളമ്പാൻ പറ്റിയ ഒരു പാനീയമാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.